ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്? എ, ആൻഡ്, ദ. ഈ മൂന്നുമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആർട്ടിക്കിൾസ്. ഇനി ഈ ആർട്ടിക്കിൾസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ പറ്റി പറയാനോ അതല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു കാര്യത്തെ പറ്റി പറയാനോ നൗണിന്റെ മുന്നിലായിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ആർട്ടിക്കിൾസ് ചേർക്കുന്നത്. ഇനി ഈ ആർട്ടിക്കിൾസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദ എന്നുള്ളതാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എയും ഏനുമാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? ഒരു എന്നാണ് അർത്ഥം. ആൻ ആപ്പിൾ, ഒരാപ്പിൾ. എ ട്രീ, ഒരു മരം. അപ്പോ ദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്, ആ എന്നൊക്കെയാണ് ദ എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത്. ദി ടേബിൾ, ആ മേശ. ദി ക്യാറ്റ്, ആ പൂച്ച. അപ്പോൾ ഒരു പ്രത്യേക പൂച്ചയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേബിളിനെയാണ് നമ്മൾ പറയുന്നത്. ദി ഫോൺ, ആ ഫോൺ. ദി പെൻ, ആ പെൻ. ദി ആക്ടർ, ആ അഭിനേതാവ്. ദി ടീച്ചർ, ആ ടീച്ചർ. മലയാളത്തിൽ നമുക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. അതായത് വവൽസും കോൺസണൻസും. ഇംഗ്ലീഷിലെ വവൽസ് ഏതൊക്കെയാ? അതായത് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു. ഈ അഞ്ചുമാണ് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ. ബാക്കിയൊക്കെ എന്താപ്പോ? വ്യഞ്ജനാക്ഷരങ്ങളാണ്, അതായത് കോൺസണൻസ് ആണ്. ഇത് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഞാനൊരു പൂച്ചയെ കണ്ടു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ സോ എ ക്യാറ്റ്. അപ്പോൾ ഇവിടെ ക്യാറ്റ് എന്നുള്ള നൗണിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് സൗണ്ട് എന്താണ്? ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അതിന്റെ മുന്നിൽ നമ്മൾ എ ചേർത്തത്. മറ്റൊരു ഉദാഹരണം നോക്കാം. അവനൊരു കലാകാരനാണ്. ഹി ഈസ് എൻ ആർട്ടിസ്റ്റ്. ഇവിടെ ആർട്ടിസ്റ്റ് എന്നുള്ള നൗണിന്റെ ഫസ്റ്റ് സൗണ്ട് എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അതിന്റെ മുന്നിൽ എന്ത് ചേർത്തത്? ആൻ ചേർത്തത്. എ ക്യാറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എ മാൻ, എ ബുക്ക്, എ കാർ. ഈ ഉദാഹരണങ്ങളിലൊക്കെ നൗണിന്റെ ഫസ്റ്റ് സൗണ്ട് കോൺസണന്റ് ആയത് കാരണമാണ് അതിന്റെ മുന്നിൽ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അംബ്രലയുടെ കൂടെയും ആപ്പിളിന്റെ കൂടെയും ഇമേജിന്റെ കൂടെയൊക്കെ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കാം. കാരണം എന്താ? ഈ നൗണുകളുടെയൊക്കെ ഫസ്റ്റ് സൗണ്ട് എന്താ വരുന്നത്? വവൽ സൗണ്ട് ആണ് വരുന്നത്. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. എ, ഇ, ഐ, ഒ. ഈ 4 എണ്ണത്തിന്റെ കാര്യത്തിൽ സിസ്റ്റം അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആ സൗണ്ട് വന്നാൽ നമ്മൾ ഒന്നും നോക്കണ്ട, ഏൻ എന്നുള്ളത് മുന്നിലിട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മളൊക്കെ പാടുപെട്ട് പോകുന്ന എവിടെയാണെന്നറിയോ? യു എന്ന ലെറ്ററിൽ നൗണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഉദാഹരണം നോക്കാം. യൂണിവേഴ്സിറ്റി. ഇതിന്റെ മുന്നിൽ എ ചേർക്കോ ഏൻ ചേർക്കോ? സ്വാഭാവികമായിട്ടും നമുക്ക് ആൻ ചേർക്കാൻ തോന്നും. കാരണം എന്താ? യൂണിവേഴ്സിറ്റി യുയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലെറ്റർ കൺസിഡർ ചെയ്യരുത്. പകരം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സൗണ്ട് എന്താ? ആദ്യത്തെ സൗണ്ട് എന്താ? യു, യ എന്നുള്ള സൗണ്ടാണ്. അതൊരു വവൽ സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് ഇതിന്റെ മുന്നിൽ എന്താ ചേർക്കേണ്ടത്? എ എന്നുള്ള ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. അതുപോലെ വേറൊരു ഉദാഹരണം നോക്കാം. യൂണിഫോം. ഇവിടെയും യു എന്നുള്ള ലെറ്റർ ആണ്. യു എന്നുള്ള ലെറ്റർ കണ്ട് ചാടി കയറി ആൻ എന്നുള്ള ആർട്ടിക്കിൾ മുന്നിലിടരുത്. പകരം എന്ത് ചെയ്യണം? യൂണിഫോം, അതിലെ ഫസ്റ്റ് സൗണ്ട് ഏതാന്ന് നോക്കണം. യു ആണല്ലേ? അപ്പൊ അതിനു മുന്നേ എന്താ നമ്മൾ ചേർക്കേണ്ടത്? ഏത് ആർട്ടിക്കിളാ ചേർക്കേണ്ടത്? എ ആണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു, എ എന്നുള്ള ആർട്ടിക്കിള് കോൺസണന്റ് സൗണ്ടിന്റെ മുന്നിലാണ് ചേർക്കുക. ആൻ എന്നുള്ള ആർട്ടിക്കിളോ വവൽ സൗണ്ടിന്റെ മുന്നിലാണ് ചേർക്കുക. അവൾ ഒരു ആപ്പിൾ കഴിച്ചു. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ
ഷീ എയ്റ്റ് എൻ ആപ്പിൾ എന്നാണ് പറയാ. ആപ്പിളിന്റെ ഫസ്റ്റ് സൗണ്ട് എന്താണ്? എ എന്നുള്ളതാണല്ലേ. അതൊരു വവൽ സൗണ്ട് ആയ കാരണം നമ്മൾ മുന്നിൽ എന്ത് ചേർത്തു? ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർത്തു. ഇനി അവൾ ഒരു ഗ്രീൻ ആപ്പിൾ കഴിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇതെങ്ങനെ വരും? ഷീ എയ്റ്റ് എ ഗ്രീൻ ആപ്പിൾ. കാരണം ഇവിടെ ആപ്പിൾ മാത്രമല്ല ഗ്രീൻ ആപ്പിൾ ഉണ്ട്. ഗ്രീൻ ആപ്പിൾ വരുമ്പോൾ ആദ്യത്തെ സൗണ്ട് എന്താവും? ഗ്രീനിലെ ഗ എന്നുള്ള സൗണ്ട് ആവും. ഗ എന്നുള്ള സൗണ്ട് കോൺസണന്റ് സൗണ്ട് അല്ലേ. അപ്പോ മുന്നിൽ വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? എ ആണ്. അവൾക്കൊരു കുടയുണ്ട്. ഷീ ഹാസ് എൻ അംബ്രല. അവൾക്കൊരു ചുവന്ന കുടയുണ്ടെന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് എ റെഡ് അംബ്രല. ഷീ ഈസ് റീഡിംഗ് എ ബുക്ക്. ഷീ ഈസ് റീഡിംഗ് ആൻ അമേസിംഗ് ബുക്ക്. അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? കോൺസണന്റ് സൗണ്ടിന്റെ മുന്നിൽ ഒരു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആർട്ടിക്കിളാണ് ചേർക്കുക? എ ആണ് ചേർക്കുക. വവൽ സൗണ്ടിന്റെ മുന്നിൽ ഒരു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടോ ആൻ ആണ് ചേർക്കുക. അപ്പോൾ നൗണിന്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഏതാന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു വവൽസിന്റെ കേസിൽ യു എന്നുള്ള ലെറ്ററിലാണ് നൗണ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതുപോലെ തന്നെ കോൺസണൻസിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് ലെറ്റർ ഉണ്ട്. അതേതാണ്? എച്ച് ആണ്. ഇനി അതെന്തുകൊണ്ടാന്ന് പറയാം. ഞാൻ 3 വേർഡ്സ് പറയാം. ഹൗസ്, ഹാറ്റ്, ഹോഴ്സ്. ഈ 3 നൗണിന്റെയും സ്റ്റാർട്ടിംഗ് സൗണ്ട് ഏതാണ്? ഹ് എന്നുള്ള സൗണ്ടാണ്. അതൊരു കോൺസണന്റ് സൗണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ മുന്നിൽ നമ്മൾ ഏത് ആർട്ടിക്കിളാ ചേർക്കുക? എ ആണ് ചേർക്കുക. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി കൺഫ്യൂഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാല് അടുത്ത 3 വാക്കൊന്ന് നോക്കാം. HOUR ഇതെങ്ങനെയാ വായിക്കുക? ഹവർ എന്നല്ല, അവർ എന്നാണ് വായിക്കുക. ഹോണസ്റ്റ്, HONEST. പക്ഷെ ഇത് ഹോണസ്റ്റ് എന്ന് വായിക്കാൻ പാടില്ല. പകരം ഓണസ്റ്റ് എന്നാണ് വായിക്കുക. HONOUR. ഇതെങ്ങനെയാ വായിക്കുക? ഹോണർ എന്ന് വായിക്കരുത്, ഓണർ എന്നാണ് വായിക്കുക. ഈ 3 കേസിലും ആദ്യത്തെ ഹ് എന്നുള്ള സൗണ്ട് സൈലന്റ് ആണ്. ഹ് എന്നുള്ളത് സൈലന്റ് ആയതുകൊണ്ട് തന്നെ ഈ 3 നൗൺസും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? ഒരു വവൽ സൗണ്ടിലാണ്. വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ മുന്നിൽ ഒരു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എ അല്ല, പകരം ആൻ ആണ് ചേർക്കേണ്ടത്. അപ്പോ ഇംഗ്ലീഷിലെ ഓരോ വാക്കും എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മൾ പറഞ്ഞു ഈ ആർട്ടിക്കിൾസിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിള് പ്രത്യേകിച്ച് ഒരു കാര്യത്തെ പറ്റി പറയുന്നതല്ല. അതായത് എ ബുക്ക്. അവിടെ ഒരു ബുക്ക് എന്നേ പറയുന്നുള്ളൂ. ഏത് ബുക്കാന്നൊന്നും നമുക്കറിയില്ല. ആൻ അംബ്രല, ഒരു കുട. ഏത് കുടയാണെന്നറിയോ? ആരുടെ കുടയാണെന്നറിയോ? അറിയില്ല. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യത്തെ പറ്റി പറയുന്നതല്ല, പകരം ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി പറയുന്നതാണ്. നമ്മൾ പറഞ്ഞു എ ആൻഡ് ആൻ, ഈ രണ്ടിനും ഒരേ അർത്ഥമാണ്. എന്താണ് അർത്ഥം? ഒരു എന്നാണ് അർത്ഥം. അപ്പൊ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് സിംഗുലർ ആയിട്ടുള്ള നൗണിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കുട, നമ്മൾ ആരും ഒരു കുടകൾ എന്ന് പറയാറില്ലല്ലോ. അതുപോലെ ഒരു മരം, ആരും ഒരു മരങ്ങൾ എന്ന് പറയാറില്ല. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, ഏകവചനത്തിലുള്ള നൗണിന്റെ കൂടെ മാത്രമേ എയും ഏനും ചേർക്കാൻ പാടുള്ളൂ. എ ക്യാറ്റ്, എൻ ആപ്പിൾ. എ ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, എൻ ആപ്പിൾസ് എന്ന് പറഞ്ഞാലും തെറ്റാണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റി പഠിക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതായിരുന്നു? ദ ആയിരുന്നു. നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ഈ THE എന്നുള്ളതിനെ ചിലർ ദ എന്ന് പറയുന്നു, ചില കേസിൽ ദി എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ ഉപയോഗിക്കേണ്ടത് വേറെ വേറെ സ്ഥലത്താണ്. കാര്യം പറഞ്ഞു തരാം. ഒരു ഉദാഹരണം നോക്കിയേ. I read a book. The book was interesting. ഇവിടെ THE എന്നുള്ള ഈ ആർട്ടിക്കിളിനെ നമ്മൾ എങ്ങനെയാ വായിച്ചത്? ദ എന്നാണ് വായിച്ചത്. അതിന്റെ കാരണം എന്താ?
ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് വരുന്ന വേർഡ്. അതായത് ഇവിടെ ബുക്കാണ്. ബുക്കിന്റെ ഫസ്റ്റ് സൗണ്ട് എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അവിടെ ദ എന്ന് ആർട്ടിക്കിളിനെ വിളിച്ചത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഐ ഏറ്റ് ആൻ ആപ്പിൾ. ദി ആപ്പിൾ വാസ് സോ ടേസ്റ്റി. അപ്പൊ ഇവിടെ നമ്മൾ ആർട്ടിക്കിളിനെ വായിച്ചത് എങ്ങനെയാണ്? ദി എന്നാണ്. കാരണം എന്താ? ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് വരുന്ന വേർഡ് ഏതായിരുന്നു? ആപ്പിൾ ആയിരുന്നു. ആപ്പിളിന്റെ ഫസ്റ്റ് സൗണ്ട് എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അവിടെ ദി എന്ന് ആർട്ടിക്കിളിനെ വിളിച്ചത്. അപ്പോ THE എന്നുള്ളതിനെ ദ എന്ന് വായിക്കണോ ദി എന്ന് വായിക്കണോ എന്ന് എങ്ങനെയാ തീരുമാനിക്കുക? അത് കഴിഞ്ഞിട്ട് വരുന്ന വേർഡ്, അതിന്റെ ഫസ്റ്റ് സൗണ്ട് വവൽ ആണോ അതോ കോൺസണന്റ് ആണോ എന്ന് നോക്കണം. ഇനി നമ്മൾ പറഞ്ഞു ദ എന്നുള്ള ആർട്ടിക്കിൾ ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുക? അത്, ആ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് ഉദാഹരണം നോക്കാം. മൈ മദർ മേഡ് എ കറി. ദ കറി വാസ് ഡെലീഷ്യസ്. ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ അമ്മ ഒരു കറി ഉണ്ടാക്കി. ആ കറി വളരെ രുചികരമായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു കറീനെ പറ്റിയിട്ടല്ല പറയുന്നത്. അമ്മ ഒരു കറി ഉണ്ടാക്കി, അമ്മ ഉണ്ടാക്കിയ ആ കറി നല്ല രുചികരമായിരുന്നു, അങ്ങനെയല്ലേ പറയുന്നത്? അതുകൊണ്ടാണ് ഇവിടെ ദ എന്നുള്ളത് യൂസ് ചെയ്തത്. ഐ ലോസ്റ്റ് മൈ ഫോൺ. ദ ഫോൺ ഈസ് റെഡ് ഇൻ കളർ. എനിക്കെൻ്റെ ഫോൺ നഷ്ടമായി. ആ ഫോണിന്റെ കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ദ യൂസ് ചെയ്തത്? ഏതെങ്കിലും ഒരു ഫോണല്ല അല്ലേ, എനിക്ക് നഷ്ടമായിട്ടുള്ള ആ ഫോണാണ് എന്ത്? റെഡ് കളറ്. ഐ സോ ദ മൂവി യു റെക്കമെൻഡഡ്. ഇവിടെ എന്തുകൊണ്ടാണ് ദ വന്നത്? ഏതെങ്കിലും ഒരു മൂവി അല്ല കണ്ടത്, നീ റെക്കമെൻഡ് ചെയ്ത ആ മൂവിയാണ് ഞാൻ കണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിള് എവിടെയാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പഠിക്കാം. ആദ്യത്തെ കേസ്, എന്തിനെയെങ്കിലും കമ്പയർ ചെയ്ത് പറയുമ്പോൾ, അതായത് താരതമ്യം ചെയ്ത് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. ഉദാഹരണം നോക്കാം. ഷീ ഈസ് ദ ബെസ്റ്റ് സിംഗർ. അവളാണ് ഏറ്റവും മികച്ച ഗായിക. അപ്പൊ അവിടെ വേറെയും ഗായികമാരുണ്ട്, അതിൽ ഏറ്റവും മികച്ചത് ആരാണ്? അവളാണ്. അപ്പൊ അവിടെ ഒരു കമ്പയർ ചെയ്യുന്നില്ലേ? ഹി ക്ലൈംഡ് ദ ഹയസ്റ്റ് മൗണ്ടൈൻ. അവൻ ഏറ്റവും ഉയരമുള്ള പർവ്വതം കയറി. അപ്പൊ ഉയരമുള്ള പർവ്വതങ്ങൾ കുറെ ഉണ്ട്, അതിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിലാണ് കയറിയത്. അപ്പൊ അവിടെയും ഒരു താരതമ്യം ചെയ്യലുണ്ട്. അടുത്തത്, യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഉദാഹരണത്തിന്, സൂര്യൻ കിഴക്കുദിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. ദി എർത്ത് ഗോസ് അറൌണ്ട് ദ സൺ. ഈ സണ്ണ്, അതായത് സൂര്യനും ഭൂമിയും ഒക്കെ ഓരോന്നല്ലേ ഉള്ളൂ, യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ അല്ലെങ്കിൽ ദി ഉപയോഗിക്കും. അടുത്തത്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, സംഗീതോപകരണങ്ങൾ, അതിനു മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഉദാഹരണം നോക്കാം. ഹി പ്ലേസ് ദി പിയാനോ. ഹി ലൈക്സ് പ്ലേയിങ് ദ ഗിറ്റാർ. അവൻ പിയാനോ വായിക്കുന്നു. അവന് ഗിറ്റാർ വായിക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗീതോപകരണങ്ങളുടെ കൂടെ നമ്മൾ എന്തുപയോഗിക്കും? ദ എന്നുള്ള അല്ലെങ്കിൽ ദി എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സമുദ്രം, നദി, മരുഭൂമി, മൗണ്ടൻ റേഞ്ചസ്, ന്യൂസ് പേപ്പർ, റിലീജിയസ് ബുക്സ്, ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഉദാഹരണം നോക്കാം. ദി ഇന്ത്യൻ ഓഷ്യൻ, ദ ഗംഗ, ദ സഹാറ ഡെസേർട്ട്, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ബൈബിൾ, ദ രാമായണ, ദ ഖുറാൻ. ഈ കേസിലൊക്കെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഇനി ചില കൺട്രീസിന്റെ മുന്നിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഏതൊക്കെ കൺട്രീസിന്റെ മുന്നിലാ? ഇന്ത്യയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുമോ? ഇന്ത്യയുടെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. പകരം യുണൈറ്റഡ്, യൂണിയൻ, എമിറേറ്റ്സ്, റിപ്പബ്ലിക് തുടങ്ങിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കണം. ഉദാഹരണം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദ യുണൈറ്റഡ് കിങ്ഡം. ഇനി
പേര് കേൾക്കുമ്പോൾ നമുക്ക് പ്ലൂറൽ ആയിട്ട് തോന്നുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ഉദാഹരണം ഫിലിപ്പീൻസ്, നെതർലാൻഡ്സ്, മാൽദീവ്സ്. ഇവിടെ ഈ എസ് വരുന്ന കാരണം നമുക്ക് തോന്നും അതൊരു പ്ലൂറൽ ഫോം ആണെന്ന്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കണം. ചില റീജിയൻസ്, അതുപോലെ സംഘടനകൾ, ഇതിന്റെ കൂടെയൊക്കെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ദ മിഡിൽ ഈസ്റ്റ്, ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ കേസിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടേക്കാണ് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി എവിടേക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ എവിടെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. ആദ്യത്തത് സ്പോർട്സ് ആണ്. സ്പോർട്സിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണം നോക്കാം. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ എന്നും ഫുട്ബോൾ കളിക്കും. നേരെ മറിച്ച് ഐ പ്ലേ ദ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സ്പോർട്സ് ഐറ്റത്തിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത കേസ് വരുന്നത് അക്കാദമിക് സബ്ജക്ട്സ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ഉദാഹരണം നോക്കാം. മൈ ഫേവറേറ്റ് സബ്ജക്ട് ഈസ് സയൻസ്. എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സയൻസ് ആണ്. ഇവിടെ മൈ ഫേവറേറ്റ് സബ്ജക്ട് ഈസ് ദ സയൻസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മൂന്നാമത്തെ കേസ് വരുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിന്റെ മുന്നിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. നേരെ മറിച്ച് ഐ സ്പീക്ക് ദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ അത് തെറ്റാണ്. ഇനി ലാംഗ്വേജിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ പോയിന്റ് കൂടെ പറയാം. ലാംഗ്വേജിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നാൽ, അതായത് ദി ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ എന്നാണ് അർത്ഥം, അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ എന്നല്ല. ദ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ എന്നാണ് അർത്ഥം, ഫ്രഞ്ച് ഭാഷ എന്നല്ല. അപ്പോൾ ലാംഗ്വേജിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്ന അവിടുത്തെ ജനതയെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, ഭാഷയെ അല്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ആർട്ടിക്കിൾസിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഒന്നും ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.